അപ്പം UDF-ലെ മുഖ്യ കക്ഷിയായിട്ട് മുസ്ലിം ലീഗ് മാത്രമാണ് അതിനകത്തുള്ളത്. ബാക്കി ഘടകകക്ഷികളൊക്കെ വളരെ കോൺഗ്രസ് അല്ലേ? അതെ, ബാക്കി കോൺഗ്രസ് ഘടകകക്ഷി, കോൺഗ്രസ് ഇതര കക്ഷികൾ എന്ന് പറയുന്ന ബാക്കിയെല്ലാം തന്നെ വളരെ ദുർബലമായ അവസ്ഥയിലാണ് ഈ ചെറിയ ചെറിയ സ്പ്ലിൻഡർ ഗ്രൂപ്പുകൾ അതേപോലെ കേരള കോൺഗ്രസ്, മറ്റേ ജോസഫ് ഗ്രൂപ്പ്, RSP, ഇതൊക്കെ പറയുന്നത് വെല്ലിലെണ്ണാവുന്ന പാർട്ടികളാണ്. അപ്പൊ ആ തരത്തില് UDF അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദുർബലമായ, മുന്നണി തലത്തിൽ ഏറ്റവും ദുർബലമായ അവസ്ഥയിലാണ്. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവ് സൈഡ് UDF-നുള്ളത്, കേരളത്തിൽ ഏതാണ്ട് 28-29% വോട്ടേഴ്സ് ഉള്ള മുസ്ലിം സമൂഹം ഏതാണ്ട് ബ്ലോക്ക് ആയിട്ട് UDF-നോട് നിൽക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ. മുമ്പ് പക്ഷെ എനിക്ക് തോന്നുന്നു 2016-ലും 2021-ലൊക്കെ തന്നെ നല്ലൊരു മുസ്ലിം വിഭാഗത്തിലേക്ക് ഒരു 4/1 വിഭാഗത്തിന്റെയും പിന്തുണ LDF-ന് കിട്ടിയിരുന്നു എന്നുള്ളതാണ്. അല്ല, കേരളത്തിൽ നമ്മൾ പരമ്പരാഗതമായി കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാല് മലപ്പുറം, കോഴിക്കോട്, അതായത് മുസ്ലിം ലീഗിന് മേൽക്കോയ്മയുള്ള ഒരു 25ഓളം മണ്ഡലങ്ങൾ വരും, അല്ലെങ്കിൽ അവർക്ക് കാര്യമായ പ്രസക്തിയുള്ള. കണ്ണൂർ, കാസർഗോഡ്, പ്രധാനമായിട്ടും അത് മലപ്പുറം, കോഴിക്കോട്, അല്ലെങ്കിൽ വയനാടുമായിട്ടും, വയനാടിന്റെ ബോർഡറിലും, അല്ലെങ്കിൽ 1-2 കാസർഗോഡ് 2 മണ്ഡലങ്ങൾ, അങ്ങനെ ഏതാനും മണ്ഡലങ്ങളാണ്. അപ്പൊ അത് തിരുക്കൊച്ചി ഭാഗത്ത് ഇപ്പൊ ആലുവയിൽ അവർ ജയിക്കാറുണ്ടെന്നല്ലാതെ സാമൂഹ്യമായ അത്ര വലിയ ശക്തിയൊന്നുമില്ല. മാത്രമല്ല മുസ്ലിം ലീഗിന്റെ നേതൃത്വവും ആ തരത്തിലാണ് കേരളത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ളത്.